Wedding Collections, the classic bridal world. കോതമംഗലം സംഘർഷവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരായി ജാമ്യമെടുത്തു. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നത്. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. പോലീസ് വാഹനം തകർത്തതായി ആരോപിച്ച് മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ബോധിപ്പിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ് നേടിയിരുന്നു. ഈ കേസിലാണ് ഏപ്രിൽ 2-ാം തീയതി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ജാമ്യവ്യവസ്ഥ പ്രകാരം ഒരാഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്ന സമയം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കാനും കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശമുള്ളതിനാൽ പ്രതിയെ ഹാജരാക്കിയ സമയം അഡ്വക്കേറ്റ് PSA കബീർ മുഖാന്തരം അപേക്ഷ നൽകി കോടതിയിൽ നിന്ന് റിലീസാവുകയും ചെയ്തു. ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുകയെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സമരത്തെ വളരെ മോശമായിട്ടാണ് പിണറായി സർക്കാരിന്റെ പോലീസ് നേരിട്ടത്. മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് അന്ന് ആ മൃതദേഹം സമരക്കാരുടെ പക്കൽ നിന്ന് ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഉപവാസ സമരം ആരംഭിച്ച മാത്യു കുഴൽനാടൻ MLAയും എൽദോസ് കുന്നപ്പള്ളി MLAയുടെയും പന്തലിൽ വന്നിരുന്ന DCC പ്രസിഡന്റായ എന്നെ പോലും വളരെ മോശമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പോലീസിന്റെ ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഒരു ജനാധിപത്യ സമരത്തിന്റെ മേൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഞാൻ പോലീസിന്റെ വാഹനം തകർത്തു, ആ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുക്കുകയും ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും നമുക്ക് ചെയ്തിരിക്കുകയാണ്. A1 Textiles, Nehru Park, Muatupura.